ജനുവരി 25 വിശുദ്ധ പൗലോസിന്റെ മാനസാന്തര തിരുനാളിൽ എക്യുമെനിക്കൽ പ്രാർത്ഥനാവേളയിൽ ലോകമെമ്പാടും സുവിശേഷം പ്രചരിപ്പിക്കുക എന്ന ദൗത്യത്തിൽ ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ ഐക്യം വളർത്താൻ ആഹ്വാനം ചെയ്ത് ലയോ 14 പാപ്പ അപ്പസ്തോലന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന റോമിലെ സെന്റ് പോൾ ഔട്ട്സൈഡ് ദ വോൾ ബെസിലിക്കയിലാണ് ശുശ്രൂഷകൾ നടന്നത്. എല്ലാ വർഷവും ജനുവരി 18 മുതൽ 25 വരെ ആഘോഷിക്കുന്ന ക്രിസ്ത്യൻ ഐക്യത്തിനായുള്ള പ്രാർത്ഥനാവാരത്തിന്റെ സമാപനത്തിൽ പരിശുദ്ധ പിതാവ് ക്രിസ്തീയ ഐക്യത്തിനായി ആഹ്വാനം ചെയ്തു. നമ്മൾ ഒന്നാണെന്നും ഇതിനകം തന്നെ അത് തിരിച്ചറിയാം, അനുഭവിക്കാം, ദൃശ്യമാക്കാമെന്നും ലയോ 14 പാപ്പ കൂട്ടിച്ചേർത്തു. എക്യുമെനിക്കൽ പ്രാർത്ഥനാവേളയിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിനെ പ്രതിനിധീകരിക്കുന്ന മെത്രാപ്പോലിത്തൻ പോളികാർപ്പസ്, അർമേനിയൻ അപ്പസ്തോലിക് സഭയിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് ഖജാക് ബർസാമിയൻ, ആംഗ്ലിക്കൻ കൂട്ടായ്മയിലെ ബിഷപ്പ് ആന്റണി ബോൾ എന്നിവരുൾപ്പെടെ വിവിധ ക്രിസ്ത്യൻ സഭകളുടെ നിരവധി പ്രതിനിധികൾ സന്നിഹിതരായി. ത്രിത്വേക ദൈവത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ സഭകളുടെയും പൊതുവായ വിശ്വാസത്തെ ലയോ പാപ്പ തന്റെ പ്രസംഗത്തിൽ അടിവരയിട്ടു പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ഉജ്ജ്വലമായ തീഷ്ണതയോടെയുള്ള സ്നേഹം പ്രസംഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രഖ്യാപിക്കാനുള്ള ദൗത്യം ഓരോ ക്രൈസ്തവനുമുണ്ടെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. തന്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് പാപ്പ തന്റെ മുൻഗാമികളിൽ ഒരാളായ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: തന്ത്രപരമായ നേട്ടത്തിനോ രാഷ്ട്രീയ നേട്ടത്തിനോ അല്ല, മറിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നതിനാണ് ഐക്യം അനിവാര്യമെന്ന് ക്രിസ്ത്യാനികൾക്ക് ആഴത്തിലുള്ള ആന്തരിക ബോധ്യമുണ്ടായിരിക്കണം. എല്ലായിടത്തും സുവിശേഷം എത്തിക്കുക എന്ന ദൗത്യം തുടരാനും പാപ്പ വിശ്വാസികളെ ക്ഷണിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.